ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ റസ്മിൻ ബായി ഔട്ട് ആയെന്ന് 2 ദിവസത്തോളമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത് സത്യമായിട്ടുണ്ട്. റസ്മിൻ ബായി ഔട്ട് ആയിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തോടെ എയർപോർട്ടിൽ എത്തുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എവിഷൻ നടന്നതായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല. പക്ഷേ റസ്മിൻ്റെ എവിഷൻ അവിടെ നാടകീയമായ രംഗങ്ങളൊക്കെ അരങ്ങേറിയെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഇത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജാസ്മിൻ ആകെ കൂട്ടുള്ളത് ഗബ്രിയും റസ്മിനുമായിട്ടാണ്. അത് ഗബ്രി പോയി പിന്നീട് ഒരു ആശ്രയമുള്ളത് റസ്മിനാണ്. റസ്മിൻ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താലും റസ്മിനോട് അത്രമേൽ ഇഷ്ടമാണ് ജാസ്മിന്. ആ റസ്മിനോട് പോയിട്ട് പിന്നെ ജാസ്മിൻ അവിടെ നിൽക്കുകയെന്ന് പറയുന്നത് ജാസ്മിന് മാനസികമായിട്ട്, ജാസ്മിനെ ആദ്യകാലം തൊട്ടേ എല്ലാവരും വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. ജാസ്മിൻ ഇത്ര മിടുക്കായിട്ട് ഗെയിം കളിക്കുമെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു കെൽപ്പില്ലാത്ത പോലത്തെ പെരുമാറ്റം എപ്പോഴും പെരുമാറിയിട്ടുണ്ട് ജാസ്മിൻ. അപ്പോൾ ഇപ്പം റസ്മിനും കൂടെ ഔട്ടാകുക എന്ന് പറഞ്ഞാൽ ജാസ്മിന് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുപോലെ തന്നെ റസ്മിൻ്റെ ഉമ്മിയൊക്കെ വന്നപ്പോൾ പറഞ്ഞ ഫൈനൽ 5 എത്തണം, അന്നേരം വരാം, കാണാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ റസ്മിനാണ് പവർ റൂം ഒരിക്കൽ കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റിയേനെ. പക്ഷേ പ്രേക്ഷകരുടെ ഇഷ്ടമൊന്നും ഈ ആഴ്ചകളിലൂടെയും തുടക്കം തൊട്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ റസ്മിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടം നേടി മുന്നോട്ട് വരുന്നത് വലിയൊരു ജനപിന്തുണ തന്നെ മുന്നോട്ട് കിട്ടി വരുന്നത് നമ്മുടെ അൻസിബയ്ക്കാണ്. ബാക്കി ഉള്ള ഋഷിയോ അപ്സരയോ ഒന്നും അത്ര എത്തിയിട്ടില്ല. അപ്പോൾ ഏതായാലും നാടകീയമായ രംഗങ്ങളൊക്കെയാണ് അരങ്ങേറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.